അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വാലൻസി ബോണ്ട് തിയറിയാണ്. അതെന്ന് പറഞ്ഞാൽ VBT തിയറിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫജൻസ് റൂളും അതുപോലെ തന്നെ VSE പെയർ തിയറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു 3 ക്ലാസ്സുകളായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് കാണാത്തവർ എന്തായാലും കാണണം, കാരണം അതിൽ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HSCക്ക് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കാണാത്തവർ എന്തായാലും കാണണം. അപ്പോൾ നമുക്കിന്ന് വാലൻസി ബോണ്ട് തിയറി VBT തിയറി എന്താണെന്ന് നോക്കാം. നമുക്ക് ഓർബിറ്റിൽ എന്താണെന്നറിയാം അല്ലേ? ഓർബിറ്റിൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്ന പാതയിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർബിറ്റിൽ 3 ഡയമെൻഷണൽ റീജിയൻ ആണെന്ന് ആർക്കെങ്കിലും അറിയോ? 3 ഡയമെൻഷണൽ സ്പേസിലൂടെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അതൊരു X ഡയറക്ഷനിലാവാം, ഇതിലൂടെ ഇങ്ങനെ പോവാം, അതുപോലെ സ്പിരിക്കൽ ഷേപ്പ് ഇതുപോലെ പോവാം, Y ഡയറക്ഷൻ Z ഡയറക്ഷനിലൂടെയൊക്കെ മൂവ് ചെയ്യും. അപ്പോൾ ഓർബിറ്റിൽ എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഹൈഡ്രജൻ ആറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ഡയമെൻഷണൽ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹിയർ വി ക്യാൻ സ്പോട്ട്, എവിടെ വേണമെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാം, ഈ ഓർബിറ്റലിൽ എവിടെ വേണമെങ്കിലും സ്പോട്ട് ചെയ്യാം ഇലക്ട്രോൺസിനെ. അതിനെയാണ് നമ്മൾ എന്ത് പറയണമെങ്കിൽ ഓർബിറ്റൽ എന്ന് പറയുന്നത്. 3 ഡയമെൻഷനിലൂടെയാണ് ഈ 3 ഡയമെൻഷനിൽ ഒരു സ്പെരിക്കൽ റീജിയനാണ് ഓർബിറ്റിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് അല്ലേ? അതിനാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് ഓർബിറ്റലുകളാണ് നമുക്കറിയുന്നത്? S ഓർബിറ്റലുണ്ട്, P ഓർബിറ്റലുണ്ട്, D ഓർബിറ്റലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷേപ്പ് നോക്കിയാൽ ഒന്നിൻ്റെ സ്പിരിക്കൽ ഷേപ്പാണ്, അതുപോലെ ഡംബൽ ഷേപ്പാണ് P ഓർബിറ്റലിൻ്റെ, പിന്നെ ഇതിൻ്റെ ഡബിൾ ഡംബൽ ഷേപ്പാണ് D ഓർബിറ്റലിനുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓർബിറ്റലിൻ്റെ ഷേപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ്, 3 ഡയമെൻഷണൽ റീജിയൻ ആണ്. ആ റീജിയനിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. The 3 dimensional region around the nucleus where probability of finding an electron is maximum. ഇതിലായിരിക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മാക്സിമം ഇലക്ട്രോൺസ് എവിടെ തന്നെയാണ്? 3 ഡയമെൻഷണൽ റീജിയനിലാണ്. അപ്പോൾ നമുക്ക് ഒരു ഹൈഡ്രജൻ നമുക്കറിയുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് എങ്ങനെയാണെന്നറിയാം അല്ലേ? അപ്പോൾ പക്ഷേ എങ്ങനെയാണ് ഹൗ ദ ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ടുഗദർ ടു ഫോം ഹൈഡ്രജൻ മോളിക്യൂൾ. ഹൈഡ്രജൻ ആറ്റം ഇങ്ങനെയാണെന്നറിയാം, പക്ഷേ എങ്ങനെയാണ് ഇത് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ മോളിക്യൂൾ ആവുന്നതെന്ന് അറിയും. അതിൻ്റെ ഷേപ്പ് എന്താണെന്നറിയോ? അതുപോലെ തന്നെ ബോണ്ട് എനർജി എന്താണെന്നറിയോ? ബോണ്ട് ലെങ്ത് എന്താണെന്നറിയോ? ഈ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ലെങ്ത്, ബോണ്ട് എനർജി, അതുപോലെ ഷേപ്പ്, മോളിക്യൂൾസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം ഇതുപോലെയാണെന്നറിയാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, അതുപോലെ ഇതിൻ്റെ ബോണ്ട് എനർജി എന്താണ്, ഇവിടുത്തെ ബോണ്ട് ലെങ്ത് എന്താണ്, ഷേപ്പ് എന്താണ്, ഇതെല്ലാമാണ് നമുക്ക് വാലൻസി ബോണ്ട് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ പറയുക, വാലൻസി ബോണ്ട് തിയറിയിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആകെ പറയുന്നത് എന്താണ്? വാലൻസി ബോണ്ട് തിയറിയിൽ ആകെ കോവാലൻ്റ് ബോണ്ടിനെ കുറിച്ച് മാത്രമാണ് പറയുന്നുള്ളൂ. അല്ലാണ്ട് അയോണിക് ബോണ്ടിനെ കുറിച്ചോ മെറ്റാലിക് ബോണ്ട് അതുപോലത്തുള്ള ബോണ്ടിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ആകെ ഈ വാലൻസ് ബോണ്ട് തിയറിയിൽ ആകെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനെക്കുറിച്ച് മാത്രമാണ്? കോവാലൻ്റ് ബോണ്ടിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഇതിൽ ബി ബോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് പഠിക്കാനുള്ള ഫോർമുലയൊന്നും അല്ല കേട്ടോ. ബി ബോസ് എന്ന് പറയുമ്പോൾ ഇതിൽ വാലൻസ് ബോണ്ട് തിയറിയിൽ ബോണ്ട് എനർജി പഠിക്കുന്നുണ്ട്, ബോണ്ട് ലെങ്ത് പഠിക്കുന്നുണ്ട്, ഓർബിറ്റലിൻ്റെ ഓവർലാപ്പിംഗ് എങ്ങനെയെന്ന് പഠിക്കുന്നുണ്ട്, അതുപോലെ മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്താണെന്നും പഠിക്കുന്നുണ്ട്. ഇതാണ് വാലൻസ് ബോണ്ട് തിയറിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഇനി VBT തിയറിയുടെ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ്, ഒരു 8 പോസ്റ്റ്ലേറ്റുകളുണ്ട്. അപ്പോൾ ഇതെന്താണ് നമുക്ക് നോക്കാം. ഇത് എളുപ്പമാണ്, ഈസിയാണ്. ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് ആണ് ഫോർമേഷൻ ഓഫ് കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് കോവാലൻ്റ് ബോണ്ട് എങ്ങനെയാണ് ഫോർമേഷൻ ചെയ്യുന്നത്? അപ്പോൾ കോവാലൻ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഓവർലാപ്പിംഗ് ഓഫ് 2 അറ്റോമിക് ഓർബിറ്റൽ. 2 അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്നിട്ടാണ് കോവാലൻ്റ് ബോണ്ട് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് ഒരു ഹൈഡ്രജൻ ആറ്റം, ഇതാണ് ക്ലോറിൻ ആറ്റം. ഹൈഡ്രജൻ്റെ എസ് ഓർബിറ്റലും ക്ലോറിൻ്റെ P ഓർബിറ്റലുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത്, ഇപ്പോൾ ഹൈഡ്രജൻ ഇങ്ങനെ, അപ്പോൾ അതിൻ്റെ അപ്വേർഡ് ആയിട്ടുള്ളതും പിന്നെ അതുപോലെ ക്ലോറിൻ്റെ ഡംബൽ ഷേപ്പുള്ളത് താഴേക്കും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണത് എങ്ങനെയാണ്? കമ്പൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എവിടെയായിരിക്കും? ഇതിലായിരിക്കും അല്ലേ? ഇതാണ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഹൈഡ്രോക്ലോറിൻ്റെ കമ്പൈൻ ചെയ്ത ഫോമാണ്. ഇതിലാണ് കൂടുതൽ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് കൂടുതലുണ്ടാവുക, ഈ ഭാഗത്തായിരിക്കും.
മാക്സിമം ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത് ഈ ഭാഗത്തായിരിക്കും. ഇങ്ങനെ ഫോർമേഷൻ ഓഫ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓവർലാപ്പിംഗ് ഓഫ് 2 അറ്റോമിക് ഓർബിറ്റൽ, 2 അറ്റോമിക് ഓർബിറ്റുകൾ തമ്മിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടായി. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ഓർബിറ്റൽ എന്ന് പറയും. പലതരത്തിലുള്ള ഓർബിറ്റലുകൾ ഉണ്ടല്ലേ. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഓർബിറ്റലിൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെ എന്താണ് എക്സാമ്പിൾ പറഞ്ഞത്? ഒരെണ്ണം ഒരു 1s-ഉം ഒരു എസ്സും അതുപോലെ അടുത്തതിൻ്റെ പിയും കൂടി കമ്പൈൻ ചെയ്തു അല്ലേ, കമ്പൈൻ ചെയ്തു. ഇനി ഇതിന് പകരം ഇവിടെ ഉണ്ടാവുന്നത് രണ്ട് സ്പിന്നുണ്ട്, രണ്ട് സ്പിന്നുണ്ടെന്ന് വിചാരിക്കുക. 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് ഫുള്ളി ഫിൽഡാണ്. ഈ പി ഓർബിറ്റലിൽ ഹാഫ് ഫീൽഡും ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? ഫുള്ളി ഫിൽഡായ ഒന്നും കോവാലന്റ് ബോണ്ടിൽ പങ്കെടുക്കില്ല. ഹാഫ് ഫീൽഡ് ആയത് മാത്രമാണ് എന്തിൽ പങ്കെടുക്കുള്ളൂ? കോവാലന്റ് ബോണ്ടിൽ പങ്കെടുക്കുള്ളൂ. അപ്പോൾ ടൈപ്സ് ഓഫ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഓൺലി ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ടു ഫോം കോവാലന്റ് ബോണ്ട്. ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുകൾ മാത്രമാണ് എന്തിൽ പങ്കെടുക്കുള്ളൂ? കോവാലന്റ് ബോണ്ടിൽ പങ്കെടുക്കുള്ളൂ. ഇത് പങ്കെടുക്കില്ല. നോ കോവാലന്റ് ബോണ്ട്. ഇവിടെ കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നില്ല. ഇനി അടുത്തത് സ്പിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് പറയുന്നത്. സ്പിൻ ഓഫ് ഇലക്ട്രോണിൽ എന്താണ്? സ്പിൻ മസ്റ്റ് ബി ഓപ്പോസിറ്റ് ഇൻ ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ്. ഇപ്പോൾ ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ അവിടെ സ്പിൻ എന്ന് പറയുന്ന ഓർബിറ്റലിൻ്റെ, ഓവർലാപ്പിംഗ് ഓർബിറ്റലിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ഇവിടെ ഒരു 2pയും 2sഉം കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം മുകളിലേക്കും ഒരെണ്ണം താഴേക്കാണ്. അപ്വേർഡ് ഡയറക്ഷനിലും ഒന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എന്ത് നടക്കും? കോവാലന്റ് ബോണ്ട് നടക്കും. പക്ഷേ ഇവിടെ നോക്കിയേക്കുക, ഓവർലാപ്പിംഗ് എന്താ? ഇതിൽ പിയിൽ മുകളിലേക്ക് രണ്ടും അപ്വേർഡ് ഡയറക്ഷനാണ്, അപ്വേർഡ് സ്പിന്നാണ്. ഇവിടെ സെയിം സ്പിന്നാകുമ്പോൾ ഇവിടെ ഒന്നും നടക്കില്ല, ഓവർലാപ്പിംഗ് സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇതിൽ ഫുള്ളി ഫീൽഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഒരു ഹാഫ് ഫീൽഡ് ഉണ്ട് എങ്കിലും ഇത് ഓവർലാപ്പിംഗ് നടക്കും. ഇതിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരെണ്ണം ഉണ്ട് എങ്കിലും ഇതെന്താണ്? നടക്കില്ല. കാരണം എന്താണ്? ഫുള്ളി ഫീൽഡ് ആയതിൽ എന്ത് നടക്കില്ല? കോവാലന്റ് ബോണ്ട് നടക്കില്ല. അപ്പോൾ സ്പിൻ ഓഫ് ഇലക്ട്രോണിൽ പറയുന്നത് എന്താണ്? സ്പിൻ മസ്റ്റ് ബി ഓപ്പോസിറ്റ് ഇൻ ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഐഡൻറ്റിറ്റി ഓഫ് ഓർബിറ്റലിൻ്റെ ഐഡൻറ്റിറ്റി. ഓർബിറ്റൽ റീറ്റെയിൻസ് ദെയർ ഒറിജിനൽ ഐഡൻറ്റിറ്റി ആഫ്റ്റർ ഓവർലാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഓർബിറ്റൽസിൻ്റെ ഒറിജിനൽ ഐഡൻറ്റിറ്റിയിലേക്ക് അത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ? ഇപ്പോൾ ഇതൊരു സ്പിരിക്കൽ ഷേപ്പ്, ഇത് ഡംബൽ ഷേപ്പാണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് സ്പിരിക്കൽ ഡംബലും കൂടിയിട്ട് ഇങ്ങനെ കിട്ടും. ഇതിലാണ് ഡെൻസിറ്റി കൂടുതൽ ഇലക്ട്രോൺസ് ഇവിടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. എല്ലാം സെയിം ആണ്. റീറ്റെയിൻ ദെയർ ഒറിജിനൽ ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത് അല്ലേ. അല്ലാണ്ട് ഇതിന് വല്ല ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. അതിനൊരു വ്യത്യാസം വരുന്നില്ല. ഒറിജിനൽ ഐഡൻറ്റിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്പിരിക്കൽ ഡംബൽ, ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഹൈഡ്രജനും ക്ലോറിനായിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. ലോവർ എനർജിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എത്ര ബോണ്ടുകൾ, നമ്പർ ഓഫ് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു അൺപയർഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഒരു ബോണ്ട് ഉണ്ടാവുള്ളൂ. 2 അൺപയർഡ് ഇലക്ട്രോണിലാണെങ്കിൽ 2 ബോണ്ട് ഉണ്ടാവും. അതുപോലെ 3 അൺപയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 3 കോവാലന്റ് ബോണ്ട് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മളൊരു നൈട്രജൻ്റെ കേസ് എടുത്തു. നൈട്രജൻ്റെ കേസ് ഫുള്ളി ഫിൽഡിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ളതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹൈഡ്രജൻ അവിടെ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? 3 അൺപയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അൺപയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ എത്ര? 3 അൺപയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നുണ്ട്? 3 ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ബോണ്ടിൽ പറയുന്ന കാര്യം. ഇനി അടുത്തതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഓവർലാപ്പിംഗ് എന്ന് പറയും. ഇൻറ്റൻസിറ്റി ഓഫ് ഓവർലാപ്പിംഗ് ഷുഡ് ടേക്ക് പ്ലേസ് അറ്റ് ഒപ്റ്റിമം പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അറ്റോമിക് ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് 2 എ എന്ന് പറയുന്ന ന്യൂക്ലിയസും ബി എന്ന് പറയുന്ന ന്യൂക്ലിയസും അതിന് ചുറ്റുള്ള ഇലക്ട്രോൺസ് ഇത് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ റിപ്പൽഷൻ എന്ന് പറയും. ഈ ന്യൂക്ലിയസും തമ്മിൽ റിപ്പൽഷൻ എന്ന് പറയുമ്പോൾ മിനിമം ആയിരിക്കണം. റിപ്പൽഷൻ ഇവിടെ മിനിമം ആയിരിക്കണം. ഇനി ഇത് നോക്കിയാൽ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ തൊട്ടടുത്തേക്കാണ് വന്നിരിക്കുന്നത് അല്ല. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നില്ല. ഓവർലാപ്പിംഗ് ഇവിടെ ഇത് ഒരിക്കലും ഇതിൻ്റെ ഇലക്ട്രോൺസ് ഇത്രയും അടുത്തേക്ക് മാക്സിമം ഇതിൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. അപ്പോൾ അവിടെ എന്താണ്? ഇവിടെ ഒരു ഒപ്റ്റിമം പൊസിഷനിൽ ഒരു മിനിമം പൊസിഷൻ ന്യൂക്ലിയസ് വിൽ ബി ദ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. റിപ്പൽഷൻ എന്ന് പറയുന്നത് മിനിമത്തിലായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഓവർലാപ്പിംഗ് സംഭവിക്കുള്ളൂ.
ഇനി അടുത്തതാണ് ബോണ്ട് എനർജി ആൻഡ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ബോണ്ട് എനർജി ബോണ്ട് ലെങ്ത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എനർജി ആയിരിക്കും. ഓവർലാപ്പിംഗ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബോണ്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോണ്ട് എനർജി എന്താവും, ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതുപോലത്തെ 2 p ഓർബിറ്റിൽ ഒരു മിനിമം ഓവർലാപ്പിംഗ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. പാരലായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ബോണ്ട് എനർജി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സ്മോളർ ബോണ്ട് എനർജിയാണ് ഉണ്ടാവുക. ബോണ്ട് എനർജി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇതിൽ ബോണ്ട് ലെങ്ത്ത് എന്താണ്, മിനിമം ഓവർലാപ്പിംഗ് ഉണ്ടായില്ല. മിനിമം ഓവർലാപ്പ് ഉണ്ടെങ്കിൽ എന്താണ്, മിനിമം സ്ട്രെങ്ത്തേ ഉള്ളൂ. ഇനി ഹൈ ഇതുപോലെ നമ്മളെ ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ഓവർലാപ്പിംഗ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മാക്സിമം ഓവർലാപ്പിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാക്സിമം ഓവർലാപ്പിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ ബോണ്ട് സ്ട്രെങ്ത്ത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇതിലെ മിനിമം ഓവർലാപ്പിംഗ് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ബോണ്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി മാക്സിമം ഓവർലാപ്പിംഗ് ഉണ്ടാകുമ്പോൾ അവിടുത്തെ ബോണ്ട് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ സ്മോളർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ബോണ്ട് എനർജി ആൻഡ് ബോണ്ട് ലെങ്ത്തിൽ പറയാനുള്ളത്. ഇനി അടുത്തതാണ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്. 2 ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് ഉണ്ട്. കോവാലൻറ്റ് ബോണ്ടിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് പഠിക്കാനുണ്ട്. ഒന്ന് സിഗ്മ ബോണ്ടും അതുപോലെ മറ്റേത് പൈ ബോണ്ടുമാണ്. ഇനി സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് ആക്സിയൽ ഓവർലാപ്പിംഗ്. ഇതുപോലുള്ള ഓവർലാപ്പിംഗ് ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, സിഗ്മ ബോണ്ടാണ്. അത് ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ സിഗ്മ ബോണ്ടും, അതുപോലെ പാരലൽ ഓവർലാപ്പിംഗ് ആണെങ്കിൽ അതിന് പറയുന്നതാണ് പൈ ബോണ്ട്. സൈഡ് ടു സൈഡ് ഓവർലാപ്പിംഗ് ആണ്, പൈ ബോണ്ടാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, മിനിമം ഓവർലാപ്പിംഗ് ഉണ്ടാവുള്ളൂ. അതുപോലെ ബോണ്ട് എനർജി വളരെ കുറവായിരിക്കും, ബോണ്ട് ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. ഇതാണ് നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പോവാം. അപ്പോൾ ഇത് നമ്മളെ 6 മൊഡ്യൂൾ 6 ചാപ്റ്റർ 6 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും കാണണം. ഇനി ഇതിനോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ.